അതേ എന്താടാ എന്തുട്ടാ അടി നോട്ടൊന്നുമില്ലേ? വെറുതെ ബദാമിന്റെ ചോട്ടിലിരിക്കല്ലേ? മോനെ വീട്ടില് പണി നടക്കണതൊന്നും അറിയണില്ലേ? ഏത് പണി? നീ ബാത്റൂമിൽ പണി നടക്കണതൊന്നും അറിയണില്ലേ? ഏത് ബാത്റൂമില്? വീട്ടിലെ റൂമില് കുറ്റിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. പുറത്തൊന്നും നോക്കണം എന്നിട്ടൊക്കെ നടക്കണം എന്നുള്ളതൊക്കെ. ഇപ്പൊ നീ എന്തിനാ വന്നേ? അത് പറഞ്ഞപ്പോളാ ഒരു 500 ചേഞ്ച് തന്നതാടി. 450 അത് മതി, ഒരു 50 രൂപ കുറവാ, അങ്ങോട്ട് തന്നോ. 500 എടുക്കടാ. 500 തരാ. ഇതില്ലാത്ത തരല്ലേ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല. അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നേ. ശരി എന്നാ വിട് കിട്ടിയില്ലേ നിനക്ക്? പൊക്കോ നിക്ക് പോവാറായിട്ട് ഞാൻ വേറൊരു കാര്യത്തിന് വന്നേ. പാർസൽ കേട്ട് കഴിഞ്ഞാൽ 1000 രൂപയുടെ ഓട്ടപ്പോ ഉള്ള പോലെയാ. എനിക്കൊരു ബൈക്ക് വേണം. ബൈക്കാ? ഇനിയാ? അപ്പൊ വീട്ടിൽ എന്റെ ബൈക്ക് ഇരിക്കുന്നതാ? ഏത്? ലൂണയാ? ലൂണ എന്താ ബൈക്കായത്? എനിക്കൊന്നും വേണ്ട തമിഴന്മാരുടെ വണ്ടി. അല്ല ഗഡിമോന്റെ ഉദ്ദേശം എന്താ? എനിക്ക് കുതിര പോലത്തെ ഹിമാലയൻ തന്നെ വേണം. പിന്നെ കുതിരയുടെ മുകളിൽ ഇരുന്നിട്ട് കഴുത പോലെ പോവാനാ? കഴുതല്ലാതെ ബൈക്ക് ഹിമാലയൻ ബുള്ളറ്റിന്റെ റോയൽ എൻഫീൽഡ്. അല്ലടാ, അതിനത്ര വരടാ. വെറും 3.25 ലക്ഷം ഉള്ളൂ. 4 ലക്ഷത്തിൽ കുറച്ച് കുറവ്. 3.25 ലക്ഷം? 3.25 പറയണ്ട, കുറച്ചുള്ളത്. മോനെ, ഈ പൈസ ഉണ്ടെങ്കിൽ ഒരു ടൗൺ പെർമിറ്റ് ഓട്ടോറിക്ഷ വാങ്ങാം. എനിക്കൊരു ജോലിയാവും ചെയ്തു, കുടുംബത്തേക്ക് ഒരു വരുമാനമാവും ചെയ്തു. ഓട്ടോറിക്ഷ? ബൈക്ക് തന്നെ വേണോ? ഇതെനിക്ക് എന്റെ പെണ്ണിനെ കൊണ്ടുപോകാനുള്ള, ഞാൻ കഷ്ടപ്പെട്ട് വളച്ചവളെ. ഇതെന്തിട്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിട്ട് വീട്ടിലിറക്കിയിട്ട് 30 രൂപ വാങ്ങിട്ട് വരാനാ? ഓട്ടോറിക്ഷയിലടാ നല്ലത്. വെയിൽ കൊള്ളണ്ട, സുഖമായിട്ട് ബാക്കിലിരുന്ന് പൊക്കൂടെ. എന്നിട്ട് എന്തിനാ ഞാൻ വണ്ടി ഓടിച്ചിട്ട് അവളെ ബാക്കിൽ ഇരുത്താനാ? ഞാൻ മിററിൽ കൂടെ നോക്കാം അവളെ. ദാടി കെട്ടിപ്പിടിച്ചിരുന്ന് പോണെന്ന്. ഞാൻ ഓടിക്കാൻ വണ്ടി, അച്ഛനൊന്നും പറയണ്ട നീ. വണ്ടി ഓടിച്ചു നിന്റെ പോസ്റ്റ് തരം ഒന്നും വേണ്ട. നീ വല്ല ജോലിക്ക് പോകാൻ നിനക്ക് ഞാൻ പെണ്ണ് കെട്ടി തരാം. ഞാൻ മാറിപ്പോടാർന്ന് കാര്യങ്ങള്. അവിടെ വരാക്ക് പണ്ടാരടക്കി. ഹലോ, വണ്ടി സെറ്റ് ആയിട്ടില്ല, ഞാൻ ഇന്ന് വരുന്നില്ല. പിന്നെ എൻ്റെ അച്ഛൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ പണിക്ക് പോകണമെങ്കിലേ നിന്നെ കെട്ടിച്ചേരാന്ന്. അതുകൊണ്ട് ഞാൻ ആലോചിച്ച് വളരെ നല്ലൊരു തീരുമാനം എടുത്തു. നീ ജോലിയുള്ള ഒരാളെ കെട്ടിട്ട് ജീവിക്കും. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായിരുന്നു. വിട്ടുകളഞ്ഞ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ വലുത്. നീ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടാ.